ഉമ്മ ഉമ്മ ഉം. ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഒരു മാക്സിയാ ഇക്കാണ് ആ അൽഹംദുലില്ലാ. മോള ആ മോള് എത്രാമത്തെ ബർത്ത്ഡേ? മൂന്നാമത്തെ വയസ്സാ. മൂന്നാമത്തെ വയസ്സാ. കൊണ്ടുവന്നിട്ടുണ്ടോ? ആ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ. കേക്ക് കട്ട് ചെയ്യണം. ഉമ്മ എന്താണ്ട് വരാത്ത? എനിക്ക് തീരെ വയ്യ മോനെ. ഇപ്പൊ മേലൊക്കെ വല്ലാണ്ട് പനിക്കണ്. അപ്പൊ ഞാൻ ഇവിടെ കിടന്നതാ. മോന്റെ പേര് എവിടെയാണ്? എന്റെ വീട് പെരുമ്പാവൂർ. പെരുമ്പാവൂരാ. അത് ശരി. എല്ലാരും പരിചയപ്പെട്ടില്ലേ? ആ പരിചയപ്പെട്ടു. എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തില്ലേ? മാഷാ അല്ലാ. മോനിക്ക് എല്ലാ കൊല്ലം നല്ലപോലെ നല്ല സ്വത്തും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഇവിടെ ഒരുപാട് ഉമ്മമാരെ പ്രാർത്ഥന മോനിക്ക് ഉണ്ടാവും. മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭാര്യയും മോളും, അമ്മ ഉണ്ട്, അച്ഛൻ ഉണ്ട്. മോനിക്ക് എന്താണ് ജോലി? ഞാൻ ഗൾഫിലാ. അത് ശരി. ആ, എല്ലാരും സുഖായിട്ടിരിക്കണില്ലേ? ആങ്ങളെ എന്റെ ആങ്ങളാണ്. എനിക്കൊരാങ്ങളേ ഉള്ളു. ഹലോ. ആ സുലൈമാനെ. ആ എവിടെയായിരുന്നു? ആ ഇല്ല ഇല്ല. ഏയ് ഞാനിവിടെ കുത്തിരിക്കായിരുന്നു. ആ ആ ചോറൊക്കെ തിന്ന്. മോൻ ചോറുന്നാ? ആ എന്താണ്? മാഷാ അല്ലാ. എന്റെ കുട്ടിക്കൊരു പെരായില്ലേ? അള്ളാഹുവിന് സ്തുതി. ആ ആ കുട്ടികളൊക്കെ നല്ലോണം നോക്കണട്ടാ. പുതിയ പെരേക്ക് എന്നാ പോണ്? അതെ, മോൻ നോക്കണട്ടാ. ശരീരം സൂക്ഷിക്കണട്ടാ. ആ ഞാൻ അള്ളാഹിനോട് തേടുന്നുണ്ട്, എന്നും തേടുന്നുണ്ട്. ആ കുട്ടികളെ നോക്കണട്ടാ. ഈ പുതിയ കുപ്പായൊക്കെ മേടിച്ചില്ലേ പെരുന്നാളായിട്ട്? ആ ആയിക്കോട്ടെ. ആ സൂക്ഷിക്കണട്ടാ. ആ പണിക്ക് വെക്കില്ല ഇപ്പൊ? പോകുമ്പോഴൊക്കെ സൂക്ഷിക്കണട്ടാ. ആ ആയിക്കോട്ടെ. ആ ആ ജേ ഒരു കാര്യം ചെയ്യ്. ആ ഫോട്ടോ ഒന്നും അയക്കിട്ടാ. ഫോട്ടോ ഫോട്ടോ. ആ ആ ആ ഇല്ല, ഈ ഫോണിക്ക് അയച്ചാ മതി. ആ ഞാനൊന്ന് കാണട്ടെക്ക്. കാണാനാണ്. ആ അയക്കണട്ടാ, മറക്കല്ലേ. അയക്ക് ട്ടാ. ആയിക്കോട്ടെ. ശരി. അസ്സലാമു അലൈക്കും. ആ വീരാന്റെ ഫോണാണ്. ആ ഇക്ക് ഒരാങ്ങളുണ്ട്. ഓന് പരപ്പനങ്ങാടിയാ. 2 കുട്ടികളുണ്ട്. മൂത്ത ആൾക്ക് ലണ്ടനിലാണ് ജോലി. രണ്ടാമത്തെ ആള് ഇപ്പൊ പഠിച്ചോണ്ടിരിക്ക. എന്തായാലും പറഞ്ഞിന്നോട് അങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. ഓല് ഇപ്പൊ പുതിയൊരു പെര കയറ്റിക്കണത്രേ. പെര കയറ്റിട്ട് ഇപ്പൊ അതിന്റെ ഫോട്ടോ ഇതിൽ അയച്ചരാറിഞ്ഞിട്ടുണ്ട്. അയാള് വന്നിട്ട് വേണം തുറക്കാന്. വീരാനേ, വീരാൻ വന്നിട്ട് തുറന്നത്. എന്തേലൊക്കെ ഉണ്ടെങ്കിലേ ഇതിൽക്കാണ് കാര്യങ്ങളൊക്കെ അയക്കാറ്. മാഷാ അല്ലാ. മോനിക്ക് ഇങ്ങനെ ചേള് കുപ്പായെടുക്കാൻ കഴിയട്ടെ. അത് സെറ്റപ്പ് ഒക്കെ കുട്ടിയെ എന്നല്ല ഉണ്ടായത്. എനിക്ക് ആകെ ഈ ഒരു ആങ്ങള മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ ഫോണിൽ വിളിച്ചില്ലേ, മോനെ ഉമ്മയും വാപ്പയൊക്കെ ഞങ്ങളുടെ ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പോഴേ മരിച്ചിട്ടുണ്ട്. പിന്നെ ഞാന് പണിക്ക് പോയിട്ടും ഒക്കെയാണ് മോനെ വളർത്തിണ്ടാക്കിയത്. കല്യാണം കഴിപ്പിച്ച്. പക്ഷേ എങ്കി കല്യാണം കഴിച്ച വേണ്ടി നമ്മളങ്ങോട്ട് പറ്റണ്ടേ. നമ്മളവിടെ കുത്തിരിക്കുമ്പോ അവൾക്ക് എന്തോ ഒരു പോലെ. നല്ല സുന്ദരി കുട്ടിയാ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാ. നല്ല തറവാട്ടിന്ന് അന്ന് കല്യാണം കഴിപ്പിച്ചത്. അപ്പൊ ഓലിക്കൊരു എന്റെ മോനോടൊന്നും പറഞ്ഞിട്ടില്ലേട്ടാ. ഞാനിങ്ങോട്ട് പോന്നാണ്. ഇവിടെ ഇല്ല, ഞാന് എന്റെ അമ്മയും വാപ്പയും മരിക്കണ കാലത്തേ ഓൻ കുഞ്ഞു കുട്ടിയല്ലേ. എനിക്ക് 5 വയസ്സും ഓനിക്ക് 2-2.5 വയസ്സിന്റെ ഉള്ളു. ഒരു രണ്ടാളും കൂടിയിട്ട് കോഴിക്കോട് പോയതാ. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സും മറിഞ്ഞതാ. പിന്നെ അങ്ങോട്ട് ഓനെ നോക്കിയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടി. അതിനിടയില്
നമ്മക്ക് പെരക്കാരും ഇല്ലല്ലോ ഒരു കല്യാണം ഒന്നും കഴിപ്പിച്ചു തരാൻ. പിന്നെ കുട്ടിയുടെ പ്രാരാബ്ധായി. കുട്ടീനെ പഠിക്കണം. പോസ്റ്റ്മാനാ. ഇപ്പൊ കല്യാണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എന്നാലും നമ്മള് ഉണ്ട്. ഇടക്ക് വിളിക്കും. ഓന്റെ മറ്റേ പേടിന് ഞാൻ അവിടെ നിക്കണ ഇഷ്ടമില്ല. ആ. നമ്മള് കളറില്ലാത്തോളല്ലേ. ഓളാണെങ്കി വെളുത്തിട്ട് ഈ കളറില്ലാത്തയും ചേലില്ലാത്ത ആൾക്കാർക്ക് രണ്ടാം തര എവിടെ ഞാൻ പോക്കില്ല. ഞാൻ വിളിക്കൊക്കെ ചെയ്യും. പേരക്കുട്ടികള് വിളിക്കൊക്കെ ചെയ്യും. മയ്യേ വായോ 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 എന്നൊക്കെ പറയും. എന്റെ ആങ്ങള് പറയില്ല. ആ, എന്റെ ആങ്ങള ഓൾക്ക് പറ്റൂല. ഓള് സമ്മതിക്കൂല. നല്ല പൂജയൊക്കെ ഉണ്ട് പോയി നിൽക്കാനേ. ഇവിടെ സന്തോഷല്ലേ? പിന്നെ ഇവിടെ ഞങ്ങള് എല്ലാരും ഒന്നല്ലേ. ഇപ്പൊ വെജാതായപ്പോ സൈനബയുടെ നോക്കിണ്ടായിരുന്നെ. ഇവിടെ ഞങ്ങളൊക്കെ ഒന്നെ എല്ലാരും. എല്ലാരും അങ്ങനെ സുഖമായിട്ട്. എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകള്. നമ്മളമ്മയും വാപ്പയുള്ള കാലത്ത് തന്നെ ഉള്ളു ഞമ്മക്കൊരു. പിന്നെപ്പോ ആര് നോക്കണേ നമ്മളൊക്കെ. പിന്നിപ്പോ ഒരു കുടുംബവും ഇല്ല. ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കി അയെങ്കിലും നമ്മളെ നോക്കുക. അന്ന് പിന്നെ ആങ്ങള ആങ്ങളുടെ ജീവിതം എന്നൊക്കെ വിചാരിച്ചിട്ടേ എന്റെ അമ്മയും വാപ്പയും കൂടിയിട്ട് ഒരു എത്തിങ്ങാനെന്ന് കല്യാണം കഴിച്ചോരാ. അപ്പൊ ഓലിക്ക് അങ്ങനെ പറയത്തക്ക ആൾക്കാരും ഇല്ലേ. ഈ കമ്മാമ്മമാരോ അപ്പേ അങ്ങനെ ആരും ഇല്ല. ഒന്ന് പറയാനൊന്നും എന്റെ കുട്ടിക്കൊന്നും ആരും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ളത് വിധിക്കാൻ. അള്ളാഹു വിധിച്ചപ്പോൾ നടക്കട്ടെ അല്ലേ. എന്തായാലും മോൻ കുട്ടിനെയൊക്കെ വിളിച്ചിട്ട് വായോ ഒന്ന് കാണട്ടെ എല്ലാരിനെയൊക്കെ. ഞാന് എനിക്ക് ഈ ചെറിയ പെൺകുട്ടികളൊക്കെ വലിയ ഇഷ്ടാ. അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, അമ്മമാരൊക്കെ ഉണ്ട്. ശരി. ഉമ്മ ഇപ്പൊ ഈ പെരുന്നാൾക്കൊക്കെ പെരുന്നാക്ക് ഇവിടെ ഇപ്പൊ കൊറേ ആൾക്കാരില്ലേ മോനെ. കഴിഞ്ഞൊല്ലത്തെ പെരുന്നാക്ക് ഞാനന്ന് പോയിണ്ടായിരുന്നിട്ടാ. അന്ന് ഓളുടെ ഏതോ ദുബായിലോ ഖത്തറിലൊക്കെ ഉള്ള അമ്മാവന്മാരും എളാപ്പയും മൂത്താപ്പയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചോറിന്റെ സമയമായപ്പോഴേ രണ്ടു പറ്റും കൊണ്ട് ആ ടേബിളിലെ മുകളിൽ പോയിരുന്നിട്ട് ചോറ് തിന്ന്. ഓൾക്കെന്തോ കുറച്ചിലായി. നമ്മളിപ്പോ ഈ സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ചോറുന്ന ആൾക്കാരല്ലേ. ഓള് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു. ഞാൻ പിന്നെ അതിന്റെ കുട്ടിയോട് പറയാനൊന്നും പോയില്ലട്ടാ. ഓന്റെ ഇടയിൽ ഇപ്പൊ നമ്മളാ പോയിട്ട് ഓര് നിക്കണ പോലും പറയണ പോലും നമ്മൾ നിക്കാത്തോണ്ടല്ലേ നമ്മക്ക് ഓരോ നമ്മ ഞാൻ ഒന്നും പറയാൻ പോയില്ല. ഏതോ ചേറില് കിടക്കുന്ന ആൾക്കാര് എന്നും ചേറിലേ കിടക്കുള്ളൂ. അട്ടയെ പിടിച്ച് മത്തേ കിടത്തേ കൊടുക്കൂല. അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. എന്റെ കുട്ടിക്കായിട്ട് അവളോടൊന്നും പറയാനും പറ്റൂലല്ലോ. എല്ലാ സ്വത്തും ഓളെ പേരില്ല. ഇവർ സമ്പാദിച്ചതും പിന്നെ ഓള് വലിയ പൈസക്കാരൊക്കെയാണ്. ഓള് കൊടുന്നതും ഒക്കെ ഓളെ പേര്. അതുകൊണ്ട് ഇപ്പൊ എന്റെ കുട്ടിക്കൊന്നും മുണ്ടാൻ നിർത്തി. അല്ല എന്റെ കുട്ടിക്ക് പൈസ നീട്ടി കൊടുക്കണ തമ്പുരാനെ 5 നേരം ഞാൻ അന്നടുത്ത് ഇടുന്നത് മാത്രമാണ്. ഞമ്മക്ക് എങ്ങനെ ആയിക്കോട്ടെ മോനെ. എന്റെ കുട്ടിയുടെ ജീവിതം ചോനെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റബ്ബേ. അങ്ങോട്ട് വരുന്നില്ലേ? കുട്ടി വന്നിട്ടുണ്ട്, അവരമ്മമാരെ അടുത്തുണ്ട്. ഞാൻ വരണ്ട്. മോന് പോയിക്കോ. എനിക്ക് മേല് ഭയങ്കര കാച്ചിലാ. കയ്യും കാലൊക്കെ കടയുന്നുണ്ട്. നാളെ ഒന്ന് പറ്റുമെങ്കിൽ ഡോക്ടറെ അടുത്ത് പോണച്ചിട്ട് നിക്ക. ചോനെ എന്റെ ആങ്ങളെ കാത്തിരക്ഷിക്കണേ റബ്ബേ. മോനിക്ക് പെങ്ങന്മാരൊക്കെ അല്ലേ? നല്ലോണം നോക്കണട്ടാ. എല്ലാരും നോക്കണം മോനെ. ഉമ്മയും വാപ്പയും ഇല്ലെങ്കിൽ പെങ്ങളെ നോക്കണം, ആങ്ങളാരനെ നോക്കണം. നമുക്കും നാളെ ഈ അവസ്ഥയൊക്കെ വരും. എനിക്ക് വിഷമൊന്നുമില്ല. ഇന്നേക്കാളും ദുരിതമുള്ള പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്.
ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ആങ്ങളെക്കൂട്ടിനെ നോക്കിക്കണ മാത്രമേ ഉള്ളു. ഓനെ നൊന്ത് പെറ്റിട്ടുള്ള ഓരോ മക്കളിൽ നൊന്ത് പെറ്റിട്ടുള്ള തള്ളാര് ഇവിടെ എന്തോരം കണ്ണീര് കുടിക്കുന്നുണ്ടെന്ന് മോനിക്കറിയാം. ഇതിനുള്ളിൽ സങ്കടാണ്. വെറുതെ ചിരിച്ചു കാണിക്കാൻ എല്ലാരും. അമ്മ കരയൂല മോനെ, ഞാൻ കരഞ്ഞു കഴിഞ്ഞ എന്റെ കുട്ടിക്ക് അതിന്റെ എന്തെങ്കിലും വന്നാലോ പഠിച്ചു. കള്ളതിന്റെ ഒരു ആങ്ങളെക്കുട്ടി മാത്രമല്ല, ഓരോ തള്ളാര മക്കള് ചവിട്ടി പുറത്താക്കിട്ട് ഉപേക്ഷിച്ചിട്ട് തള്ളിട്ടിട്ട് അത് വെച്ച് നോക്കുമ്പോ എന്റെ ആങ്ങളെക്കുട്ടി ഓണെ പേടിച്ചിട്ടാണെങ്കിൽ ഇടയ്ക്കൊന്ന് വിളിക്കും. എന്നോട് ഓരോ വിവരങ്ങളും എന്റെ ആങ്ങളെക്കുട്ടി പറയും. ചോനെ എന്റെ മോനെ കാത്തിരക്ഷിക്കണേ. മോൻ പൊക്കും, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞു നോക്കിട്ടോ. ആയിക്കോട്ടെ.